പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം നയനയും നമ്പിയും വളരെയധികം വിഷമത്തോടും വെപ്രാളത്തോടും കൂടി അനന്തപുരിയിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവർ വരുന്നത് ഇളയച്ചൻ കാണുന്നുണ്ട്. എന്തു പറ്റി രണ്ടുപേർക്കും മുഖമൊക്കെ വല്ലാതായിരിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന കരഞ്ഞുകൊണ്ട് ഇളയച്ചനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ദേവയാനിയും വരുന്നുണ്ട്, പിന്നാലെ അനാമികയും എത്തുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ നന്ദുട്ടനെ രക്ഷിക്കണം ഇളയച്ച, അവൾ ഒരു തെറ്റും ചെയ്യില്ല, അവൾക്ക് നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ടതാണ് എന്നൊക്കെ പറയുകയാണ് നയന. നയനയ്ക്ക് ശരീരമൊക്കെ വല്ലാതെ തളരുന്നത് പോലെയൊക്കെ ഉണ്ട്. തളർന്നു വീഴാൻ പോയ നയനയെ നവ്യ പിടിച്ച് സോഫയിൽ ഇരുത്തുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അജയനും ദേവയാനിയും ഒക്കെ ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് അജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, ഈ സമയത്ത് പകയും വിദ്വേഷവും ഒന്നും മനസ്സിൽ വെക്കരുത് ഏട്ടത്തി, എങ്ങനെയെങ്കിലും നമുക്ക് നന്ദുവിനെ രക്ഷിക്കണം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും, പിന്നെ എന്തിനാണ് അവളെ രക്ഷിക്കുന്നത്? അപ്പോൾ അജയൻ അവളോട് പറയുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനെയാണോ പറയുന്നത്? നിനക്ക് അവളോട് വിദ്വേഷമുണ്ടെന്ന് അറിയാം, പക്ഷേ നന്ദു തെറ്റായി ഒന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. നയനയും നവ്യയും വിഷമിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ട് അനാമികക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ നയനയുടെ സങ്കടം കണ്ട് ദേവയാനിക്ക് വല്ലാതെ വിഷമമാകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണമെന്ന്. പിന്നെ കാണിക്കുന്നത് അനാമിക അച്ഛനെ വിളിച്ച് നന്ദു പോലീസ് പിടിയിലായ കാര്യവും പിന്നെ അവരുടെ ചേച്ചിമാർ നിലവിളിക്കുകയും ചെയ്യുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇനി അവൾ ക്രിമിനലാണ്, ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർക്ക് പോലീസ് യൂണിഫോം ഇടാൻ പറ്റില്ല. ഏതായാലും നീ ഫോണിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കും, ഫോണിൽ അധികം സംസാരിക്കേണ്ട എന്നൊക്കെ പറയുകയാണ്. ഏതായാലും അച്ഛനും മോളും വളരെയധികം സന്തോഷത്തിലാണ് അവരുടെ ഗൂഢാലോചന വിജയിച്ചതിൽ. പിന്നെ കാണിക്കുന്നത് വേണുവും രേവതിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. രേവതി വേണുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനി അവളെ എങ്ങനെയെങ്കിലും അനന്തപുരിയിലുള്ളവർ രക്ഷിക്കുമോ? മൂർത്തി സാറിന് പോലീസുകാരുമായി മാത്രമല്ല മന്ത്രിമാരുമായിട്ടും നല്ല അടുപ്പമാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് ശരിയാണ്, ഓരോ ഇലക്ഷൻ വരുമ്പോഴും മൂർത്തി സാർ കോടികളാണ് പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർ പറയുന്നത് രാഷ്ട്രീയക്കാരും പോലീസുകാരും കേൾക്കും. പക്ഷേ മൂർത്തി സാറിന് ഒരു കുഴപ്പമുണ്ട്, അദ്ദേഹം വളരെ മാന്യനാണ്. നന്ദുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും അവളെ രക്ഷിക്കാൻ ശ്രമിക്കില്ല. ആർക്കു വേണ്ടിയാണോ നന്ദു അടിച്ചത് ആ പെൺകുട്ടി തന്നെയാണ് പോലീസിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പലതും അവരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് രേവതി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മളാണ് ചെയ്യിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുമോ എന്നൊക്കെ വേണുവിനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് നന്ദുവിനോട് പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിലെ ഒരുത്തനാണ് എൻ്റെ മേൽ കൈവച്ചത്, അതുകൊണ്ട് ആ കുടുംബത്തോട് എനിക്ക് ചെറിയ നീരസമൊക്കെ ഉണ്ട് എന്ന് വെച്ച് അതിൻ്റെ പേരിലല്ല ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തത്, നിനക്കെതിരെ പരാതി കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അവൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അതിന് ഇവിടെ നിയമമുണ്ട്, SI കുപ്പായം ഇടുന്നതിന് മുൻപേ നീ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയോ? നീ രക്ഷിക്കാൻ ശ്രമിച്ച പെൺകുട്ടി തന്നെയാണ് അവനെയും കുട്ടി ഇവിടെ വന്ന് മൊഴി തന്നത്. ഇത് കേട്ട് നന്ദു ഷോക്കാകുന്നുണ്ട്. സാർ, ഇതിലെന്തോ ചതിയുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, അതൊക്കെ നീ കോടതിയിൽ തെളിയിച്ചാൽ മതി. പിന്നെ അങ്ങോട്ടേക്ക് ഒരു വക്കീൽ വരുന്നുണ്ട്. നന്ദുവിനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ പോലീസുകാരൻ സമ്മതിച്ചില്ല. ഇനി കോടതിയിൽ നിന്നേ ജാമ്യം എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വക്കീൽ ദേവയാനിയുടെ അടുത്തേക്ക് വരുന്നതാണ്. ദേവയാനി ആയിരിക്കും ആ വക്കീലിനെ ഏർപ്പാടാക്കിയത്. വക്കീൽ ദേവയാനിയോട് പറയുന്നുണ്ട്, പോലീസ് കേസ് ചാർജ് ചെയ്തതുകൊണ്ട് കോടതിയിൽ നിന്നേ ഇനി ജാമ്യം എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഒരു ദിവസം പോലും നന്ദു ജയിലിൽ കിടക്കാൻ പാടില്ല, അതുമല്ല അത് അവളുടെ ഫ്യൂച്ചറിനെയും ബാധിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് വക്കീൽ. എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട്, നന്ദു അത്ര ചെറിയ മീനൊന്നുമല്ല, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലിടുകയാണെങ്കിൽ അവളെ അവിടേക്ക് എത്തിച്ചവരെയൊക്കെയും തകർത്തു വാരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവയാനിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതിപ്പോൾ നന്ദു തകർത്തു വാരിയില്ലെങ്കിലും ഞാൻ അവളെയും അവനെയും ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ദേവയാനി വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാനുള്ള വഴി നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അങ്കിളിനെ കാണാൻ വന്ന കാര്യമൊന്നും ജയേട്ടനോട് പറയരുത് എന്ന്. പിന്നെ കാണിക്കുന്നത് നവ്യയും നയനയും ആദർശിനെ കാത്തിരിക്കുന്നതാണ്. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. ജാമ്യം കിട്ടിയോ ആദർശ് ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ജാമ്യം കിട്ടുന്ന കാര്യം പ്രയാസമാണ്, ഒന്നുകൂടി ശ്രമിക്കണം. അത് കേട്ടപ്പോൾ നയനയും നവ്യയും വല്ലാതാകുന്നുണ്ട്. അച്ഛനും അമ്മയും ഇതൊന്നും അറിയില്ല, ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ ഏതായാലും അവരോടൊന്നും പറയണ്ട, ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാം,
എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാം. പിന്നെ കാണിക്കുന്നത് നവ്യയും നയനയും അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. നവ്യ നയനയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും എന്താ പറയുക? അപ്പോൾ നയന പറയുന്നുണ്ട്, എടുത്തടിച്ചതുപോലെ ഒന്നും പറയണ്ട, പ്രത്യേകിച്ച് അച്ഛനോട്. അച്ഛൻ സുഖമില്ലാതിരിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് ചിരിച്ചുകൊണ്ട് ഗോവിന്ദനും വരുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അവൾ ഫ്രണ്ടിനെയൊക്കെ കാണാൻ പോയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന കനക ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരുടെ മുഖവും വല്ലാതിരിക്കുന്നത്? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഒന്നുമില്ല അമ്മേ, കുറേ നാളുകൾക്ക് ശേഷമാണ് 3 പേരും ഒന്നിച്ച് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് കനക. എന്നിട്ട് അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഗോവിന്ദനും വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, നീ നന്ദുവിനെ വിളിക്ക്, എത്രയും പെട്ടെന്ന് വരാൻ പറ, എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നയന വല്ലാതാകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെയും എന്ത് പറയണമെന്നറിയാതെയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.